നമസ്കാരം. ചോറ്റാനിക്കര അമ്പലനടയിലേക്ക് ഒരു യാത്ര പോയാലോ? അങ്ങനെ ഞങ്ങൾ ബസ്സിൽ യാത്ര തിരിച്ചു. ഞാനും ചേച്ചിയും അമ്മയും കൂടിയാണ് യാത്ര. ബസ്സിൽ യാത്ര ചെയ്തിട്ടൊക്കെ കുറേ നാളായേ. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തിട്ട് കൊരട്ടിയിലെത്തി അടുത്ത ബസ്സിനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ അനിയത്തിയും തമ്പികളിനും കൂടി വന്നു കാറിൽ. എന്നാൽ പിന്നെ കാറിലാവാൻ യാത്ര, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ. അങ്ങനെ കാറിൽ ആസ്വദിച്ച് യാത്ര ചെയ്ത് വലിയ ദൂരമൊന്നുമില്ലാതെ ചോറ്റാനിക്കര എത്തി. ചോറ്റാനിക്കര എത്തുന്നതിന് മുമ്പ് കണ്ട ഈ ഒരു ബോർഡാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. ഐ ലവ് ചോറ്റാനിക്കര എന്ന് കണ്ട ഈ ബോർഡ്. അങ്ങനെ ഞങ്ങൾ ചോറ്റാനിക്കര അമ്മയുടെ സന്നിധിയിലെത്തി. അപ്പോഴാണ് മുല്ലപ്പൂ വിൽക്കുന്നത് കണ്ടത്. പെൺകുട്ടികൾക്ക് മുല്ലപ്പൂ എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണല്ലോ. അതിൻ്റെ അത് എന്ത് അമ്പല ദർശനം. അങ്ങനെ മുല്ലപ്പൂവൊക്കെ വാങ്ങി അമ്മയെ കാണാനുള്ള എക്സൈറ്റ്മെന്റിൽ വേഗം നടന്നെത്തി. മേൽക്കാവിലമ്മയ്ക്കും കീഴ്ക്കാവിലമ്മയ്ക്കും വേണ്ടി മാലയും ശർക്കരയും പട്ടും ഗുരുതിക്കൂട്ടും ഒക്കെ ആയിട്ട് പോയി. അമ്പലത്തിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി നന്നായി ദേവിയെ തൊഴുതു പ്രാർത്ഥിച്ചു. മേൽക്കാവിലും കീഴ്ക്കാവിലും ഒക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത് കണ്ടു. ഇതെന്താപ്പം ഇത്ര ആൾക്കാർ ഇങ്ങനെ നിൽക്കണേന്ന് ആലോചിച്ച് ഞാൻ നടന്നപ്പോഴാണ് പിന്നെയാണ് മനസ്സിലായത് ഇത് അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള ഭീകരമായിട്ടുള്ള നീണ്ട ക്യൂ ആണെന്നും. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ചേട്ടനും സുധിയേട്ടനും കൂടി അമ്പലത്തിലോട്ട് വന്നത്. ഞങ്ങളൊക്കെ ആകെ വളരെ ഷോക്കായി. ഞങ്ങളോടൊരു വാക്കുപോലും പറഞ്ഞില്ല. അങ്ങനെ അവർ വന്നിട്ട് അവർ രണ്ടുപേരും കൂടി അമ്മയെ കണ്ട് തൊഴുത് ഞങ്ങളുടെ ഒപ്പം കൂടി. ലോട്ടറി ഇല്ലാതെ എന്ത് മടക്കം. അങ്ങനെ ലോട്ടറിയൊക്കെ എടുത്തു. വയറ് നല്ലപോലെ വിശന്നപ്പോൾ അടുത്തുള്ള ഹോട്ടലിൽ കയറി ഓരോരുത്തർ അവർക്ക് ആവശ്യമുള്ള ബിരിയാണിയും ഫ്രൈഡ് റൈസും ഊണും. സുധിയേട്ടൻ പിന്നെ ഊണാണ് കേട്ടോ പറഞ്ഞത്. അനിയത്തിയും ഊണാണ് പറഞ്ഞത്. ചേട്ടനും ഊണ് തന്നെയാണ് പറഞ്ഞത്. അനിയത്തി അങ്ങനെ കൂട്ടി കുഴച്ചൊരു പിടിയൊക്കെ പിടിച്ച് ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാനിലായി. തിരിച്ച് കുറച്ച് ദൂരം ആയതുകൊണ്ടാട്ടോ ഇങ്ങനത്തെ ഈ ഇരിപ്പ്. അനിയത്തി ഒരു കുട്ടി ഉറക്കമൊക്കെ നടത്തി. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഹോട്ടലിൽ കയറി. നല്ല തലവേദനയൊക്കെ എടുക്കുന്നതുകൊണ്ട് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളെ തിരിച്ച് യഥാസ്ഥാനത്ത് അവർ കൊണ്ടുവന്നാക്കി. അങ്ങനെ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു ഇതേപോലെ രസകരമായ വ്ളോഗുമായിട്ട് ഞാൻ പിന്നെയും വരുന്നതാണ്.